നമസ്കാരം. ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക്. ചില സംസ്ഥാനങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ തന്നെ കോൺഗ്രസിന് സഖ്യമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു നേട്ടം തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് 5 ഇടങ്ങളിൽ, അതിൽ 4 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും അടക്കം കഴിഞ്ഞപ്പോൾ അതിൽ കേരളത്തിൽ അധികാരത്തിലെത്തുകയും തമിഴ്നാട്ടിൽ സഖ്യം രൂപീകരിക്കുകയും ചെയ്തു എന്നുള്ളത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. സ്റ്റാലിനുമായി സൗഹൃദം സ്ഥാപിച്ച് സ്റ്റാലിൻ്റെ DMK-യുമായി ചേർന്ന് കഴിഞ്ഞ 5 കൊല്ലം മുന്നണിയുടെ വിളിയിലായിരുന്നു ശരിക്കും കോൺഗ്രസ്. 18 MLA-മാരുണ്ടായിട്ടും പുല്ല് വില പോലും കൽപ്പിക്കാതെയിരുന്നു. എന്നാൽ 5 MLA-മാർ മാത്രം ഇപ്പോൾ അവശേഷിക്കുന്ന കോൺഗ്രസ് 2 പ്രധാന ക്യാബിനറ്റ് ബർത്ത് നേടിയെടുത്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ TVK-യുമായി അവർ കൃത്യമായി ഒരു സഖ്യ സർക്കാരിൻ്റെ രീതിയിലേക്ക് പോയത്. ഇത് കൂടുതൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മുന്നേറാൻ ശ്രമിക്കുന്നത്. കൃത്യമായി പറഞ്ഞു വന്നാൽ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുള്ള സഖ്യ നീക്കം UP-യിൽ വിജയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നീക്കം. അതായത് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതകൾ ഉത്തർപ്രദേശിൽ കണ്ടുവരികയാണ്. യോഗിയുടെ ഭരണത്തിൽ വലിയ തോതിൽ അവിടുത്തെ വകുപ്പ് മന്ത്രിമാർ കാട്ടിക്കൂട്ട അഴിമതി കഥകൾ, അവിടുത്തെ ദൈനംദിന ജീവിതം താറുമാറാകുന്ന രീതിയിലുള്ള, അതായത് പോലീസിൻ്റെ അനാസ്ഥ, നിരവധിയായിട്ടുള്ള കേസുകൾ, പീഡന കേസുകൾ ഉൾപ്പെടെയുള്ളത് കുമിഞ്ഞുകൂടി വരുന്ന സാഹചര്യമാണ്. റെക്കോർഡ് വർധനവാണ്. ജംഗിൾ രാജും എന്നൊക്കെ പറഞ്ഞും BJP വല്ലാതെ അങ്ങ് സമാജ്വാദി പാർട്ടിയും RJD-യും ഒക്കെ അടച്ചാക്ഷേപിക്കുമ്പോൾ സ്വയം കണ്ണാടിയിൽ നോക്കുന്നത് നന്നായിരിക്കും എന്ന് കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധി പറയുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ് നേടിയെടുത്ത വിജയം അതൊരു വലിയ ബൂസ്റ്ററായിരുന്നു. അത് BJP-ക്ക് കിട്ടിയ ഇരുട്ടടിയായി തന്നെ കണക്കാക്കാം. കാരണം 80 ലോക്സഭയിൽ 37 സമാജ്വാദി പാർട്ടിക്കും 6 സീറ്റുകൾ കോൺഗ്രസിനുമായിരുന്നു. ഇക്കുറി കോൺഗ്രസ് 90 അതിൽ കൂടുതലോ സീറ്റുകളിൽ സഖ്യവുമായി മത്സരിക്കും എന്നുള്ളത് തന്നെയാണ് ധാരണ. സീറ്റ് ധാരണയിലേക്ക് ഏതാനും ദിവസങ്ങൾക്കകം കടക്കും എന്നുള്ളത് തന്നെയാണ് വ്യക്തമായി നൽകുന്ന സൂചന. സമാജ്വാദി പാർട്ടിക്ക് നിലവിൽ 110 അംഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ മുന്നേറ്റമാണ് സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശ് രാഷ്ട്രീയ ഭൂപടത്തിൽ നടത്തിയത്. BJP-യുടെ B ടീമായി നിന്ന് പ്രവർത്തിച്ചത് കാരണം പലയിടത്തും സ്പോയിലറായി പോയെങ്കിൽ പോലും അതിന് കൃത്യമായിട്ടുള്ള ബദൽ നീക്കവുമായി ചന്ദ്രശേഖർ ആസാദിൻ്റെ പാർട്ടിയുമായി ചേർന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ബദൽ സംവിധാനം സമാജ്വാദി പാർട്ടി കോൺഗ്രസ് രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചന്ദ്രശേഖർ ആസാദിൻ്റെ പാർട്ടിയുമായി സഖ്യം അതുകൂടി ഉൾപ്പെടുത്തുമ്പോൾ BSPക്ക് അവിടെ യാതൊരു പ്രാതിനിധ്യവും ഇല്ലാതാവുകയാണ്. BSP എന്ന പാർട്ടി പരിപൂർണമായി ഉത്തർപ്രദേശിൽ നിന്ന് വാഷ് ഔട്ട് ആവുകയാണ്.